റാൻഡം ടൈമൻസിൻ്റെ കൂടെ എത്തിയപ്പോൾ ഉണ്ടായ അവസ്ഥ ഇതാ. അങ്ങോട്ടും പോകാൻ വയ്യ, ഇങ്ങോട്ടും പോകാൻ വയ്യ. അവിടെ ലോക്കായി. ആ നായി പുറത്തോ എന്നെ ഇവിടെ കൊണ്ടിട്ട് അവൻ രക്ഷപ്പെട്ടു നീ. അങ്ങനെ അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് അവസാനത്തെ അടിയിലെത്തി. അറിഞ്ഞപ്പോൾ ഇതാക്കണം ഇവിടെ ഒരു തൊളിച്ചിരിക്കുന്നു. കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അവസാനം അവൻ്റെ വെത്താരെ കൂട്ടിയിട്ട് കത്തിയെടുത്തൊന്ന് പ്ലാങ്കി വിട്ടു. അവൻ്റെ കയ്യിൽ തന്നെ കിട്ടി. എന്നെ കുറേ അടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അവനെ കത്തി വെച്ച് കയറ്റി. അവസാനം അവൻ്റെ വെട്ടി തുറന്ന ഗണ്ണൊക്കെ ഇട്ട് സെറ്റായപ്പോൾ അവിടെ ഒരു ഡുവോ കയറ്റ ഓരത്തിനടുത്ത് അറ്റുവിനെ നോക്കിയിട്ട് കാന്തിര എന്നിട്ട് ചിട്ടിയിട്ട് കയറി അങ്ങോട്ട് കയറപ്പതേറ്റുന്നവൻ അവനും കൊടുത്തു. അപ്പോൾ രണ്ടുപേരെ പെട്ടിയാക്കിയതിന് ശേഷം അവരെ വെട്ടി തന്നെ ലൂട്ടെടുത്തിട്ട് സ്പോയിലർ പ്ലാൻ എടുത്തു. പിന്നെ ലൂട്ടൊക്കെ സെറ്റായി മെയിൻ ബിൽഡിങ്ങിലോട്ട് കയറാം. അവിടെ കുറേ തിരിഞ്ഞും പറഞ്ഞും കുറേ നോക്കിയിട്ട് ആരും കണ്ടില്ല. ഒച്ച മാത്രം കേൾക്കുന്നുണ്ട്. പിന്നെ കുറേ നേട് വാരി എറിഞ്ഞ് ആളെ കിട്ടിയില്ല. ആളെ സ്പോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. നോക്കിയിട്ട് ആരും കണ്ടില്ല. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരുന്ന് ലാസ്റ്റ് മുന്നിലോട്ട് പോയി. അവിടെ മേലെന്ന് 2 നമ്പർ നോക്കത് കണ്ടുകൊണ്ട് പോയി. അവിടെ നേരിട്ടോ ആളെ കിട്ടില്ല. പിന്നെ അവസാനത്ത് അവിടെ നേടി കിട്ടുന്നുണ്ട്. കയ്യിലുള്ള സ്മോക്ക് അങ്ങോട്ട് എടുത്തെറിഞ്ഞ് സ്മോക്ക് എറിഞ്ഞിട്ട് അതാക്കണം അവിടുത്തെ അറിഞ്ഞിരുന്നേ. അവനെ കൊടുക്കാൻ എന്നേക്കിൻ്റെ HP അവൻ അടിച്ചിട്ട് തീർത്തു. പിന്നെ കവറിൽ കയറി 3 നമ്പർ റിവ്യൂ ചെയ്തപ്പോൾ തന്നെ അവനതേ മോടി ഇറങ്ങി. ഞാൻ പൊന്തിയ പൂത്ത് അവൻ എന്നെ നോക്കിട്ടു. വീണ്ടും അവിടുന്ന് ചത്തുടനെ ടീംമേറ്റ്സിനൊക്കെ റീകോൾ ചെയ്യാൻ വേണ്ടി റീകോൾ ടവർ ചെന്നപ്പോൾ അവിടെ ഭയങ്കര പൂത്തറി. അവിടെ ഫുൾ അടി ഇടുന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ നോക്കിയിട്ട് ആരും കണ്ടില്ല. ലാസ്റ്റ് അവരെ റീകോൾ ചെയ്യാൻ പോയി. റീകോൾ ചെയ്യാൻ നിന്നപ്പോൾ അവർ രണ്ടൊരുത്തന്മാർ സൈഡിൽ കൂടെ ഓടുന്നു. റീകോൾ ചെയ്ത് ഉടനെ അവരങ്ങോട്ട് തീർത്തു. ആദ്യം 2 പേരെ എടുത്തു. അപ്പോൾ ഇതാ ഇവിടെ വേറൊരുത്തൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് അവനെ അടിച്ചു. അപ്പോൾ ഈ 1 with 3 ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.